2014 നരേന്ദ്രമോദി അധികാരത്തിലേറിയ കാലം മുതൽക്കിപ്പോൾ ഈ 10 കൊല്ല കാലയളവിൽ അവർ സാമ്പത്തിക രംഗത്തെക്കുറിച്ചും സാമൂഹിക രംഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പദ്ധതികളും ഒരുപാട് വർത്തമാനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും RSSും സംഘപരിവാറും നേതൃത്വം നൽകുന്ന ഈ ഗവൺമെൻറ് മനഃപൂർവ്വം ആസൂത്രിതമായി നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള ഏക കാര്യം ഹിന്ദുത്വ എന്നുള്ള ആശയമാണ്. മറ്റു പല പദ്ധതികളും അവർ വഴിയിലിട്ട് ഉപേക്ഷിച്ചു പോയി. 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലെത്തുക എന്നുള്ള പരിപാടിയും നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണവും മറ്റും ഞങ്ങൾ തടയുമെന്ന് പറയുന്ന പദ്ധതികളും ഈ രാജ്യത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കോടാനുകൂടി തൊഴിൽ ഞങ്ങൾ നൽകുമെന്ന് പറയുന്ന കാര്യങ്ങളുമെല്ലാം വഴിയിലിട്ട് ഉപേക്ഷിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക. നിസ്സംഗതയും നിശബ്ദതയും മാത്രം പുലർത്തുന്ന ഒരു സമൂഹം വരുമ്പോൾ ആ സമൂഹത്തിലാണ് ഫാസിസം വളരുക എന്ന് BJPക്കും RSSനും കൃത്യമായിട്ടറിയാം. RSSും ഫാസിസ്റ്റുകളും എപ്പോഴും പ്രവർത്തിക്കുക വളരെ ചിന്തിച്ച് ഗഹനമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് പ്രവർത്തിക്കുക. ഫാസിസത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാവുന്നതേ ഉള്ളൂ. 1930-കൾ മുതൽക്ക് ഈ ഫാസിസം ലോകത്തിൽ ആരംഭിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പോലെയുള്ള ഫാസിസം, അതിൻ്റെ പിതാവ് എന്ന് പറയുന്ന താത്വികാചാര്യൻ നീഷെ എന്ന് പറയുന്ന ചിന്തകൻ ഫാസിസത്തിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ഹിറ്റ്ലറും മുസോളിനിയും നടപ്പിലാക്കിയത്. ആ മുസോളിനിയും ഹിറ്റ്ലറും പറഞ്ഞ കാര്യങ്ങളാണ് ഗോൾവാൾക്കർ വിചാരധാര എന്നുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. വിചാരധാര എന്നുള്ള പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഇപ്പം അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഏകശിലാരൂപമായ ഇന്ത്യയെ വാർത്തെടുക്കുക, വൈവിധ്യങ്ങളുടെ നാടായിട്ടുള്ള ഇന്ത്യയെ ജനം തമസ്കരിക്കണം, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഏറ്റവും ഭംഗിയായ ചാരുതയാർന്നിട്ടുള്ള ഇന്ത്യയെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആസൂത്രിതമായ പദ്ധതിയാണ് ഈ സംഘപരിവാർ വളരെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടി നടക്കുന്നത്. അപ്പോൾ രാജ്യത്ത് അധികാരത്തിലിരിക്കണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടറിയാം അതിന് പറ്റിയ ആയുധം മതമാണ് എന്നുള്ളത്. മതമെന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ എന്നുള്ള ആശയമാണ് എന്നുള്ളത്. ഹിന്ദുത്വ എന്നുള്ള ആശയവും ഹിന്ദു മതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇസ്ലാം എന്ന ആശയവും ഇസ്ലാം മതത്തിലെ മതമൗലികവാദികൾ പറയുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു പ്രവാചകന്മാരും വർഗീയവാദം പറഞ്ഞിട്ടില്ല. ഒരു പ്രവാചകന്മാരും വർഗീയ വിദ്വേഷമോ അസഹിഷ്ണുതയോ പ്രചരിപ്പിച്ചിട്ടില്ല. ഈ നാട്ടിൽ 4 മതങ്ങൾ ജനിച്ച നാടാണിത്. ഹിന്ദുമതം ഇവിടെ ജനിച്ചു, ബുദ്ധമതവും ജൈനമതവും സിഖ് മതവും ഇവിടെ ജനിച്ച നാടാണ്. ഇസ്ലാം മതത്തിനെയും ക്രിസ്ത്യൻ മതത്തിനെയും വരവേറ്റിട്ടുള്ള നാടാണിത്. ഈ 6 മതങ്ങളുടെ സംഗമ ഭൂമിയാണ് ഭാരതം. ബുദ്ധദേവൻ നടന്ന നാട്, വാത്മീകിയും വ്യാസനും സഞ്ചരിച്ചിട്ടുള്ള നാട്, പ്രവാചകന്റെ പിൻഗാമികൾ സഞ്ചരിച്ചിട്ടുള്ള നാട്, ക്രിസ്തുദേവന്റെ പിൻഗാമികൾ സഞ്ചരിച്ചിട്ടുള്ള നാട്, എല്ലാ ഗ്രന്ഥങ്ങൾക്കും അഗാധമായ വേരോട്ടമുള്ള ചിന്തകളുടെ മനോഹരമായ പൂങ്കാവനമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. അല്ലാതെ വടക്ക് ഹിമാലയവും തെക്കും പടിഞ്ഞാറും കിഴക്കും 3 കടലുകളും ഇല്ലതുകൊണ്ടല്ല ഇന്ത്യ നിലനിൽക്കുന്നത്. ഇന്ത്യ നിലനിൽക്കാൻ കാരണം രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഗുരു ഗ്രന്ഥ സാഹിബും ബുദ്ധസൂക്തങ്ങളും കൈകോർത്തു പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ആ കൈകോർത്തു പിടിക്കുന്നതിനെ വെട്ടിമാറ്റാനാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഏക ലക്ഷ്യം മതാധിഷ്ഠിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ മതത്തിൻ്റെ, ഹിന്ദു മതത്തിൻ്റെ ഉജ്ജ്വലമായ ദർശനങ്ങളെ പറഞ്ഞാൽ അത് വൈവിധ്യത്തിനെ ഇല്ലാതെയാക്കുകയില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഹിന്ദുത്വം അവർ ഉപയോഗിക്കുന്നത്. RSSന്റെ ഏറ്റവും പൂർവികനായ നേതാവ് സവർക്കർ എഴുതിയ വാക്കാണ് ഹിന്ദുത്വ.
ഹൂ ഈസ് എ ഹിന്ദു എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം എഴുതി. എ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ള ഗ്രന്ഥത്തിൽ എഴുതി. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആര്യ സംസ്കൃതിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, ചാതുർവർണ്ണ വ്യവസ്ഥിതിയെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട്, സവർണരുടെ, ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ആധിപത്യമുള്ളൊരു സമൂഹം കെട്ടിപ്പടുക്കുമ്പോൾ അവിടെ വൈശ്യനും അവിടെ ശൂദ്രനും മാത്രമല്ല അപരന്മാരുടെ സമൂഹമായ ഇസ്ലാമും ക്രിസ്ത്യാനിയും ബൗദ്ധനും ജൈനനുമൊന്നും മനുഷ്യനല്ലാത്തൊരു സ്ഥിതിവിശേഷം സംജാതമാകണം. അതാണ് ഹിന്ദുത്വം. അതാണ് ഗോൾവാൾക്കർ എഴുതിയത്. ഇന്ത്യയുടെ ശത്രുക്കൾ മുസൽമാനും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവരിവിടെ നിന്ന് പൊയ്ക്കൊള്ളണം. കാലക്രമേണ മാതൃഭൂമിയിലേക്ക് പോകണം. ഇത് അവരുടെ മാതൃഭൂമിയായിട്ട് നിലനിൽക്കണമെങ്കിൽ അവർ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതത്തിൻ്റെ സംസ്കാരത്തിനെ സ്വീകരിക്കുകയോ അതിനടിമപ്പെട്ട് ജീവിക്കുകയോ വേണമെന്ന് ഗോൾവാൾക്കർ അന്നേ എഴുതി വെച്ചു. അതാണ് മോഡിയും അമിത്ഷായും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രഥമ നടപടിയായിരുന്നു പൗരത്വ നിയമ ഭേദഗതി ബിൽ. കാലം പിന്നെയും കടന്നു. ഇപ്പോൾ ജനുവരി 22 രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ആ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം 2 കൊല്ലം മുമ്പ് ഇതേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ രാമക്ഷേത്രത്തിൻ്റെ ഭൂമി പൂജയ്ക്ക് തുടക്കമിട്ടത്. പൂജാരിമാരെ അടുത്തിരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭൂമി പൂജ ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ തറക്കല്ലിടൽ ആ സംഭവത്തിൽ 1 കൊല്ലം മുമ്പ് കാശി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാരാണസിയിൽ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്ന ഗംഗാനദിയിൽ മുട്ടോളം വെള്ളത്തിലിറങ്ങി നിന്നുകൊണ്ട് വൈകുന്നേരം 6:20 ഈ നരേന്ദ്രമോദി വിശ്വനാഥനെ അഭിമുഖീകരിച്ചുകൊണ്ട് ദീപാരാധന സമയത്ത് ആരതി ഒഴിഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നമഃശിവായ എന്നുള്ള മന്ത്രം ഉരുവിട്ടുകൊണ്ട്. 2 വേദികളിൽ പ്രധാനമന്ത്രി പ്രധാന പൂജാരിയായി. 3ാമത്തെ വേദിയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം. അവിടെയും പ്രധാന പൂജാരി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഫാസിസ്റ്റുകൾ കൊടുക്കുന്ന ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ മെസ്സേജ് ആണത്. അവർ പറയുന്നു ഇന്ത്യക്കാരോട് ഇന്ത്യയുടെ പ്രധാന പുരോഹിതൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത്. അതാണ് രാഷ്ട്രീയ സന്ദേശം. ഫാസിസ്റ്റുകൾ അങ്ങനെയാണ് പ്രവർത്തിക്കുക. അടയാളങ്ങളിലൂടെ, ചിഹ്നങ്ങളിലൂടെ ആണ് അവർ പ്രവർത്തിക്കുക. ഒരു ഏറ്റവും നല്ല പ്രഭാഷകൻ 3 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റും ഹൃദയസ്പർശിയായ ഒരു ചിത്രത്തിന് വേണമെങ്കിൽ. ടെലിവിഷനിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ് കാണുന്നത്. കേരളം പോലെയല്ല മറ്റു സംസ്ഥാനങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അജ്ഞതയിലും നിരക്ഷരതയിലുമൊക്കെ ആഴ്ന്നു കിടക്കുന്ന ഉത്തരേന്ത്യയിലെയും മധ്യ ഇന്ത്യയിലെയും ജനവിഭാഗങ്ങൾ പൂജാരിയുടെ വേഷമണിഞ്ഞുകൊണ്ട് അടയാളങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ കപട നാമോച്ചാരണം ചൊല്ലി ഇന്ത്യൻ പ്രധാനമന്ത്രി ആരതി ഒഴിയുമ്പോഴും കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അവർക്കുറപ്പാണ് ഉത്തരേന്ത്യൻ ജനത ഇവർക്ക് വേണ്ടിയിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമെന്ന്. അതായിരുന്നില്ല ഇന്ത്യ. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയാണ്. രാഷ്ട്രപിതാവ് മോഹൻദാസ് ഗാന്ധിയുടെ ഇന്ത്യയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്, അതിനൊക്കെ മുൻപ് സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരുദേവൻ, സഹോദരൻ അയ്യപ്പൻ, മഹാത്മാ ഫൂലെ, സാവിത്രി ഫൂലെ, അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള ബസവേശ്വർ കർണാടകയിൽ ഇവരൊക്കെ ജനിച്ച് ജീവിച്ചിട്ടുള്ള ഈ മണ്ണിൽ വൈവിധ്യങ്ങളുടെ ദർശനങ്ങളാണ് ഇവർ മുഴുവൻ ലോകത്തിന് വിളമ്പിക്കൊടുത്തതും പ്രചരിപ്പിച്ചതും. ആ ഇന്ത്യയെ തകർക്കാൻ ഏറ്റവും വലിയ പോംവഴി ഈ മതത്തിനെ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ 10 കൊല്ലമായി സംഘപരിവാർ അതിൻ്റെ നേതാവായിട്ടുള്ള RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം. തങ്ങളുടെ കുടുംബത്തിൻ്റെ നേതാവാണ് RSS. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് വ്യക്തിഗതമായ കുടുംബമായിരുന്നു ഗാന്ധി കുടുംബം. രാജീവ് ഗാന്ധി, സോണിയ ഗാന്ധി, ഇപ്പോഴത്തെ ഗാന്ധിമാർ. ഇത് പരിവാറാണ്. രാജ്യത്തിൻ്റെ സകല സ്ഥാപനങ്ങളെയും സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ, നീതിന്യായ സ്ഥാപനങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് അടക്കി ഭരിക്കുന്ന സമഗ്രാധിപത്യത്തിൻ്റെ പരിവാർ. അതിനെയാണ് സംഘപരിവാർ. ഇത് വ്യക്തിപരമായ പരിവാറല്ല, രാഷ്ട്രത്തിനെ ഒന്നാകെ വിഴുങ്ങുന്ന പരിവാറാണ്. അതാണ് ആ കുടുംബവും ഈ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം.
ഈ പരിവാറിന് ലക്ഷ്യമുണ്ട്, ഇന്ത്യയെ ഏകശിലാരൂപത്തിലേക്ക് കൊണ്ടുപോവുക. അതിനെന്ത് വേണം? സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഫാസിസ്റ്റ് ആധിപത്യം ഉണ്ടാക്കണം. ആ ഫാസിസ്റ്റ് ആധിപത്യം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുക, മതത്തിനെ ദുർവ്യാഖ്യാനിക്കുക. അങ്ങനെ ശ്രീരാമദേവനെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ രൂപമായിട്ടുള്ള ശ്രീരാമനെ അവര് ദുർവ്യാഖ്യാനിച്ചു. ആ ദുർവ്യാഖ്യാന പ്രക്രിയ തുടങ്ങുന്നത് ഇപ്പോഴല്ല, 1992 ബാബറി മസ്ജിദ് തകർക്കുന്ന കാലഘട്ടം മുതൽക്ക് അന്ന് മുതൽ ഇന്നേ വരെ അവർ നടത്തിയിട്ടുള്ള ഈ പ്രക്രിയയുടെ ഏതാണ്ട് ഇന്ന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലെത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വ്യക്തമായി ജനങ്ങളോട് പറയുന്നു, ഞങ്ങൾ അധികാരത്തിലിരിക്കും. ഇന്ത്യയെ പോലെയുള്ള ചിന്തിക്കാത്ത ജനവിഭാഗത്തിനെ, പ്രതികരിക്കാത്ത ജനവിഭാഗത്തിനെ, നിശബ്ദമായിരിക്കുന്ന ജനവിഭാഗത്തിനെ ഭരിക്കാൻ ഞങ്ങളുടെ അടുത്തൊരായുധമുണ്ട്. ആ ആയുധമാണ് മതത്തിന്റെ ദുർവ്യാഖ്യാനം. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ? ഇപ്പോൾ ഇന്ത്യയിലെ 70% ജനതയും ഒരക്ഷരം ഗഹനമായി വായിക്കാത്തവരാണ്. ചിന്തിക്കാത്ത ജനവിഭാഗത്തിനെ സൃഷ്ടിക്കുന്ന ഇന്ത്യയായി. വിശ്വവിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. എഴുതാത്ത പുസ്തകങ്ങളില്ല, പ്രസംഗിക്കാത്ത വേദികളിലില്ല. അനർഗളമായിട്ടുള്ള ഭാഷ, വ്യത്യസ്ത ഭാഷകൾ അദ്ദേഹത്തിന്റെ നാവിലൂടെ ഒഴുകി വരുമ്പോൾ ലോകം കാതോർത്ത് ജാഗ്രതയോടുകൂടി നിൽക്കും. ലോക നേതാവായിരുന്നു ജവഹർലാൽ, പാണ്ഡിത്യ ശിരോമണി. അങ്ങനെയുള്ള ഒരു വിജ്ഞാന ഭണ്ഡാകാരം ഇരുന്ന കസേരയിലാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഒരൊറ്റ പുസ്തകം പോലും വായിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ന് നാട് ഭരിക്കുന്നത്. ഇതാരുടെ കുഴപ്പാ? ഇന്ത്യക്കാരൻ്റെ കുഴപ്പം. ചിന്തിക്കാത്ത ഇന്ത്യക്കാരൻ്റെ കുഴപ്പം, പ്രതികരിക്കാത്ത ഇന്ത്യക്കാരൻ്റെ കുഴപ്പം. മഹാത്മാഗാന്ധി എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഒരു രാഷ്ട്രത്തിലെ ജനത എങ്ങനെ ചിന്തിക്കുന്നുവോ അതേപോലെയുള്ളൊരു നേതാവിനെ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്ന്. ഇപ്പൊ ഏതാണ്ട് ശരിയായില്ലേ? ഇന്ത്യയുടെ ബഹുഭൂരിഭാഗം ജനത ചിന്തിക്കുന്നതും ഒരു മത അസഹിഷ്ണുത പുലർത്തുന്നൊരു നേതാവിനെയാണ്, വർഗീയവാദിയായൊരു നേതാവിനെയാണ്. ഗാന്ധിജിയുടെ വചനം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കും, ഇതേ വചനം പല ഘട്ടങ്ങളിലും. അപ്പൊ ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നത് വിഭജനത്തിന്റെ മനസ്സുകളിലാണ്. വർഗീയതയുടെ വിഷമാണ് എല്ലായിടത്തും. അതിന് രാമനെ കരുവാക്കുന്നു, പല ദൈവങ്ങളെയും കരുവാക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത, ഒരു മതഗ്രന്ഥം പോലും വായിക്കാത്ത, ഇതിന് വായിച്ചാൽ തന്നെ അർത്ഥം മനസ്സിലാക്കാതെ ജീവിക്കുന്ന, മതത്തിനെ ആചാരവും അനുഷ്ഠാനവുമാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായത്തിൽ മതത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പോൾ അധികാരം നിലനിർത്താമെന്ന് ഇവർക്കല്ല, ഇവരുടെ തലതൊട്ടപ്പനായ ഹിറ്റ്ലർക്കും മുസോളിനിക്കും അറിയാമായിരുന്നു. ഹിറ്റ്ലർ മതത്തിനെ ദുർവ്യാഖ്യാനിച്ചു, മുസോളിനി ദുർവ്യാഖ്യാനിച്ചു. നമുക്കറിയാം, ഏതാണ്ട് 2 കോടി ജനതയെ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ഗ്യാസ് ചേമ്പറിലും മറ്റുമിട്ട് ഗില്ലറ്റിനുകളിലുമൊക്കെ ഇട്ട് ശ്വാസം മുട്ടിച്ചുമൊക്കെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ അവർ ഉപയോഗിച്ചത് സമഗ്രാധിപത്യത്തിൻ്റെ ഭാഷയാണ്, ജൂതവിരോധമാണ്, മാനവികതയ്ക്കെതിരായിട്ടുള്ള ശബ്ദമാണ്, അപരനെ സൃഷ്ടിക്കുന്ന വാക്കുകളാണ്. അത് തന്നെയാണ് ഇവരെ ഉപയോഗിക്കുന്നത്. RSSന്റെ ആദ്യത്തെ തലവൻ ഹെഗ്ഡേവാർ, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ BS മൂഞ്ചെ. ആ BS മൂഞ്ചെ ഇറ്റലിയിൽ മുസോളിനിയുടെ കൊട്ടാരത്തിൽ പോയി 3-4 മാസം താമസിച്ച് നാസി പാർട്ടിയുടെ തത്വസംഹിത പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന് തീരുമാനിക്കുന്നത് RSSനെ മിലിറ്റന്റ് ഓർഗനൈസേഷനാക്കി മാറ്റണം, ഏകശിലാ രൂപത്തിൽ വാർത്തെടുക്കുന്ന ഒരു സംഘടനയാക്കി മാറ്റണം, ഇന്ത്യയെ മാറ്റണം. അന്ന് തുടങ്ങിയതായി ഏർപ്പാട്. അങ്ങനെ യഥാർത്ഥ രാമനിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു. യഥാർത്ഥ മഹാഭാരതം അവർക്ക് പ്രശ്നമല്ല, അങ്ങനെ ഉപനിഷത്ത് പ്രശ്നമല്ല. ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും സത്യമായ വചനങ്ങൾ ലോകത്തോട് പറയാതെ വാൽമീകി സൃഷ്ടിച്ച രാമനിൽ നിന്ന് എത്രയോ വിദൂരമായി RSS സൃഷ്ടിക്കുന്ന രാമനിലൂടെ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഇവിടെ മണിപ്പൂരിലെ വംശഹത്യ നടക്കും, ഇവിടെ ഗുജറാത്തിലെ വംശഹത്യ നടക്കും. ഇന്ത്യയുടെ പല ഭാഗത്തും കലാപങ്ങൾ നടന്നത് നമ്മൾ കണ്ടു. മണിപ്പൂരിലെ കുക്കികളെ കുറിച്ച് ഇന്ത്യൻ ജനത വിസ്മരിച്ചു. 2,500 പേർ ഗുജറാത്ത് കലാപത്തിൽ കൂട്ടക്കൊലക്കിരയായതിനെ കുറിച്ച് ഇന്ത്യൻ ജനത വിസ്മരിച്ചു. എന്തിന്? രാഷ്ട്രപിതാവ് മോഹൻദാസ് ഗാന്ധി വെടിവെച്ച് മരിക്കപ്പെട്ടുവെന്ന് എത്ര ഇന്ത്യക്കാരൻ ഓർക്കുന്നുണ്ടെന്ന്.
അവിടെയാണ് ഫാസിസ്റ്റുകളുടെ വിജയം. ഗാന്ധി ചിത്രത്തിൽ വെടിയുണ്ട എതിർത്തവർ ആഘോഷിക്കുന്നു ഒക്ടോബർ 2-ാം തീയതിയും ജനുവരി 30-ാം തീയതിയും. ഗാന്ധി മരിച്ചപ്പോൾ നെഹ്റു പൊട്ടിക്കരയുകയാണ്. ഗാന്ധിയുടെ മൃതശരീരം വെച്ചുകൊണ്ടുള്ള വാഹനം ഈ ശ്മശാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മൃതശരീരത്തിൻ്റെ അരികിൽ നെഹ്റുവും മൗണ്ട് ബാറ്റനും സരോജിനി നായിഡും വിജയലക്ഷ്മി പണ്ഡിറ്റുമാണ് നിൽക്കുന്നത്. നെഹ്റു സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞപ്പോൾ സരോജിനി നായിഡു ഒന്ന് പുറത്തടിച്ചുകൊണ്ട് പറയുക, എന്തിനാ ജവഹർലാൽ കരയുന്നത്? ഗാന്ധി മരിച്ചത് കൊണ്ടാണോ? ഗാന്ധി മരിക്കേണ്ടത് പനി പിടിച്ചിട്ടല്ല, വെടിയുണ്ട കേട്ടിട്ടാണ് മരിക്കേണ്ടത്. ധൈര്യം അവലംബിക്ക്. 26 ഇഞ്ചിന്റെ വലിപ്പേ ഉള്ളൂ ആ നെഞ്ചിന് കേട്ടാ. ഇപ്പോഴത്തെ ആളുടെ 56 ഇഞ്ചിന്റെ വലിപ്പമില്ല. 26 ഇഞ്ചിന്റെ നെഞ്ചും കാണിച്ചുകൊണ്ട് ഒരു ഷോള് മാത്രം പുതച്ച്, ചിലപ്പോൾ ആ ഷോളും തുറന്നിട്ട് കൊടുത്ത് ഇന്ത്യ മുഴുവൻ നടന്നു വെച്ചോ വെടി എന്ന് പറഞ്ഞിട്ട്, അതാണ് നേതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിജിയുടെ ദർശനങ്ങളെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദർശനങ്ങളെ ഇവർക്ക് ഉൾക്കൊള്ളാൻ വയ്യ. അത് ബഹുസ്വരതയുടെ, മാനുഷികതയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ദർശനങ്ങളാണ്. അതില്ലായ്മ ചെയ്യാൻ അവർ കൂട്ടുപിടിച്ചത് വാത്മീകിയുടെ രാമനെയല്ല, RSSന്റെ രാമനെ. ഈ ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയുടെ ചിന്തകളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള രാമനെയാണ് അവിടെ സൃഷ്ടിച്ചത്. ഉദ്ഘാടന ചടങ്ങ് നിങ്ങൾ കണ്ടല്ലോ. 3-4 മണിക്കൂർ TV-യിൽ ഇന്ത്യ മുഴുവൻ കാണിക്കുകയായിരുന്നില്ലേ? 4 മണിക്കൂറിനപ്പുറം കാണിച്ചു. രാംലല്ല വിഗ്രഹമാണ്, രാമന്റെ കുട്ടിയായ രൂപം. അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെ രാമായണത്തില്ല. രാമന്റെ കുട്ടിയായ രൂപത്തിന് ആരാധിക്കുന്ന മഹർഷിമാരെ കുറിച്ച് വാത്മീകി എഴുതിയിട്ടില്ല. ഇത് പുതിയൊരു സൃഷ്ടിയാണ്, രാംലല്ല. അങ്ങനെ രാമവിഗ്രഹത്തിന്റെ മുഖം TV-യിൽ കാണിച്ചത് 1/2 മണിക്കൂറാണ്. ബാക്കിയുള്ള 4-5 മണിക്കൂറും കാണിച്ചത് വേറൊരു രാമന്റെ മുഖ. ആ രാമന്റെ പേരാ നരേന്ദ്രമോദി. ഇതാണ് മാർക്കറ്റിംഗ് ടെക്നോളജി. ഒരു ഐക്കോണിനെ സൃഷ്ടിക്കണം, ഒരു വീരാരാധനാ പുരുഷനെ സൃഷ്ടിക്കണം. അതിന് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങും. അവർ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് മാത്രം ക്യാമറ ചലിപ്പിക്കും. അങ്ങനെ ആ മുഖം ഇന്ത്യയിലെ കോടാനുകോടി ജനത 1, 2, 3, 4 തവണ അത് കണ്ട് ആ മുഖം വീരപുരുഷനായി. എന്നിട്ട് ആ വീരപുരുഷൻ പറഞ്ഞു, ഞാൻ രാമനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. രാമൻ എവിടേക്കാ പോയത്? രാമൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? പോയി എന്ന് വിശ്വസിക്കുന്നവരാ ഈ രാജ്യത്തിലെ ബഹുഭൂരിഭാഗം ജനതയും. കാരണം പുസ്തകം കൈകൊണ്ട് തൊടാത്തവർ RSSകാർ. അവർ തന്നെ രാമായണം വായിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളവരെ കൊണ്ട് രാമായണം വായിപ്പിക്കുക? വേറൊരു UP മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? നമ്മൾ ത്രേതായുഗത്തിലേക്ക് തിരിച്ചെത്തി എന്നാ പറഞ്ഞത്. ഒക്കെ പിന്നോക്ക ചിന്തിക്കല്, മുന്നോട്ടില്ല. ഇന്ന് ലോകത്തിലെ മുഴുവൻ വലതുപക്ഷ തീവ്രവാദത്തിന്റെ ഭരണകൂടമാണ് അധികാരത്തിലിരിക്കുന്ന പല രാജ്യങ്ങളിലും. റഷ്യയിലും തുർക്കിയിലും ഇസ്രായേലിലും അങ്ങനെ പലയിടത്തും നോക്കിയാൽ ഈ വലതുപക്ഷ ഫാസിസ്റ്റ് നയങ്ങളുടെ ഭരണകൂടമാണ്. അവരെല്ലാം പറയുന്നത് പിന്നോക്കം ചിന്തിക്കുക. പുടിൻ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, എൻ്റെ സ്വപ്നം റഷ്യയെ സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. തുർക്കിയിലെ ഉർഡോഗാൻ പണ്ട് പറഞ്ഞു, എൻ്റെ ലക്ഷ്യം അറേബ്യയിലെ ഖലീഫമാരുടെ സാമ്രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇസ്രായേൽ നെത്യാന്യാഹു ഈ തവണ വരുന്ന പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് പ്രധാനമന്ത്രിയായപ്പോൾ പറഞ്ഞത്, എൻ്റെ ആഗ്രഹം ബൈബിളിലെ മോസസിൻ്റെ കാലഘട്ടത്തിലേക്ക് ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയിലും ഈ ഹിന്ദുത്വക്കാർ പറയുന്നത് പഴയ ആര്യവംശരക്തം, പഴയ കാലഘട്ടം, ഇത്തരത്തിലുള്ള വികൃതമാക്കപ്പെട്ട ചരിത്രത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകാനാണ് അവര് ജനങ്ങളുടെ മുന്നിൽ ഈ അടയാളങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ പല ബുദ്ധിജീവികളും പല പണ്ഡിതന്മാരും ഈ ഫാസിസത്തിനെ കുറിച്ച് എഴുതുമ്പോൾ അവർ പറയുന്നുണ്ട്, അടയാളങ്ങളിലൂടെയാണ് അവർ ജനമനസ്സ് കീഴടക്കുക. ഈ പൂജകൾ അടയാളങ്ങളാണ്, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അടയാളങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും CPI-യും അല്ലെങ്കിൽ ജനതാദളും NCP-യും ഏത് രാഷ്ട്രീയ പാർട്ടികളും കാൽനട ജാതിയും വാഹന ജാതിയും ഒക്കെ നടത്താറ്. ഇവരേത് ജാതിയാണ് നടത്താറ്? രഥയാത്ര അടയാളമാണ്. സൂര്യവംശ ചക്രവർത്തി രഘുവംശത്തിലോത്തമൻ ശ്രീരാമചന്ദ്രൻ സഞ്ചരിച്ച രഥമാണ് ഞങ്ങളുടെ രഥം. ആ രഥത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു വരുന്നത്. ആ രഥത്തിന് മുന്നിൽ ഞങ്ങൾ ചക്രവർത്തി പട്ടാഭിഷേകത്തിന്റെ രൂപത്തിൽ ഒരാളെ പ്രതിഷ്ഠിക്കുന്നു. അടയാളമാണത്.
ആ അടയാളങ്ങളിലൂടെയാണ് ഇവർ വരിക എന്നുള്ളത് ഇന്ത്യയിലെ പല തന്നെ ചരിത്രകാരന്മാരും ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട്. പഴയ മാർക്സിസ്റ്റ് പണ്ഡിതൻ കെ ദാമോദരന്റെ ഭാരതീയ ചിന്തയിൽ ഈ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സഖാവ് കെ ദാമോദരൻ ഇവിടെ ജനിച്ച ആളാണല്ലോ, തിരൂരിൽ. ഇതിൻ്റെ അപ്പുറത്തല്ലായിരുന്നു വീട്. അപ്പൊ അത്തരം വലിയ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരടക്കം ഈ അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ അടയാളങ്ങളാണ് ഇപ്പോഴും ഈ പൂജകളിലൂടെ, ആരതി ഒഴിയുന്നതിലൂടെ, ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 4.5 മണിക്കൂർ തൻ്റെ മുഖം പ്രദർശിപ്പിക്കുമ്പോൾ അടുത്തിരിക്കുന്നത് ആരാ? പണ്ട് അശ്വമേധ യാഗത്തിന് വന്നപ്പോൾ ഒരാളുണ്ടായിരുന്നില്ല അവിടെ, പട്ടമഹിഷി സീത. രാമൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്തത്? കാഞ്ചന സീതയെ കൊണ്ടുചെന്നിരുത്തി. ഇവിടെ ഏതാ ഒരു കാഞ്ചന സീതയല്ല, ജീവനുള്ള സീതയെ ഇരുത്തി. മോഡിയുടെ വലതുഭാഗത്ത് RSS തലവൻ മോഹൻ ഭാഗവത് ഇരുന്നുകൊണ്ട് അവിടെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കൃത്യമായ പൊളിറ്റിക്കൽ മെസ്സേജ്. RSS ആണ് ഇന്ത്യ ഭരിക്കുന്നത്, വേണമെങ്കിൽ കണ്ടോ. അതാണ് ആ പൊളിറ്റിക്കൽ മെസ്സേജ്. അതിനെതിരായ തെരഞ്ഞെടുപ്പാണിത്. അതിനെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ, മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ആലസ്യം വന്നുകൂടാത്ത കാലഘട്ടം. ജാഗ്രതയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി, ഏറ്റവും വലിയ ഉത്സാഹത്തിന്റെ പ്രതീകങ്ങളായി, ആശയപ്രബുദ്ധതയുടെ മൂർത്തിമദ്ഭാവങ്ങളായി പോരാട്ടത്തിലിറങ്ങി ഈ ഫാസിസ്റ്റ് ചിന്തകൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം പടുത്തുയർത്തേണ്ട ദിവസങ്ങളാണിത്. ആ ദിവസങ്ങളിൽ നമ്മൾ ഈ രാജ്യത്തിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഈ തെരഞ്ഞെടുപ്പാണ്. അല്ലെങ്കിൽ ഇന്ത്യയില്ല. ഈ RSSനെയും ഫാസിസത്തിനെയും എതിർക്കുന്നത് ഇടതുപക്ഷ പ്രത്യയ ശാസ്ത്രം. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ഇവരെ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം കൊണ്ട് ഭരിക്കുന്ന ഈ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കുന്നത്. മറ്റ് സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളൊക്കെ അവർ പറയുമെങ്കിലും അടിസ്ഥാനപരമായ അതിൻ്റെ പൊളിറ്റിക്കൽ മെസ്സേജ് ഇന്ത്യയിൽ ലെഫ്റ്റ് ഐഡിയോളജിയോടുകൂടി അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിലൂടെ ഭരിക്കുന്ന ഗവൺമെന്റിനെ സാമ്പത്തികമായും മറ്റും ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നൊരു നയം ഇവർ ആവിഷ്കരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ റീസൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റു പല അനർത്ഥങ്ങളും കാരണങ്ങളുമൊക്കെ നിർമ്മല സീതാരാമനും മോഡിയും അമിത്ഷായും ഒക്കെ പറയുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. അവർക്കറിയാം RSSന്റെ ആശയങ്ങളെ എന്ത് വില കൊടുത്തും ജീവൻ ബലി കഴിപ്പിച്ചുകൊണ്ടും അതിനെതിരെ പോരാടുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാരുമാണെന്ന്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ദിവസം പോലും പങ്കെടുക്കാത്ത RSSനും സംഘപരിവാർക്കും ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയതയെക്കുറിച്ച് പറയാൻ എന്തവകാശം? ഇന്ത്യയുടെ മതേതരത്വത്തെക്കുറിച്ചോ ജനാധിപത്യ സങ്കല്പങ്ങളെക്കുറിച്ചോ പറയാൻ എന്തവകാശം? പാർലമെന്റിനെ നോക്കുകുത്തിയാക്കുന്നു. പ്രതിപക്ഷ MP-മാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യുന്നു. 145ഓളം MP-മാരെയാണ് ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്തത്. ചർച്ചകൾ അനുവദിക്കുന്നില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല, പ്രസംഗിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. ഇതായിരുന്നു നെഹ്റുവിൻ്റെ ഇന്ത്യ, ഇതായിരുന്നു മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ. അഭിപ്രായങ്ങൾ പറയുമെന്ന ഗാന്ധി പഠിപ്പിച്ചത്. അനീതി കണ്ടാൽ തള്ളവിരൽ മുതൽ മസ്തിഷ്കം വരെ അരിശം തളച്ചു കയറണമെന്ന് പറഞ്ഞ ആളാണ് മോഹൻദാസ് ഗാന്ധി. ആ ഗാന്ധിയുടെ നാട്ടിലാണെന്ന് ശബ്ദിക്കരുത് എന്ന് മോഡിയും കൂട്ടരും പറയുമ്പോൾ ആ ചോദ്യം ഉയർത്തുന്നവർ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താ ഇന്ന്? ചോദ്യം ചോദിക്കണമോ വേണ്ടയോ എന്നുള്ളത്. എല്ലാവർക്കും ഭയമാണ് ചോദിക്കാൻ.
എല്ലാവർക്കും ഭയം. തൃശ്ശൂർ 2 പ്രാവശ്യം വന്നു, എറണാകുളത്ത് 2 പ്രാവശ്യം വന്നു, 15-ാം തീയതി പാലക്കാട് വരുന്നുണ്ട്, 17-ാം തീയതി പത്തനംതിട്ടയിൽ വരുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന ആള് ഒരു ചോദ്യം ഒരാൾ എണീറ്റ് ചോദിച്ചു. കുട്ടികളുമായി സംവദിച്ചില്ലേ എറണാകുളത്ത്? അവരെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന കുട്ടികൾ, ആ കുട്ടികളോട് പോലും ചോദ്യം ചോദിക്കാൻ അനുവദിച്ചില്ലല്ലോ. ഫാസിസ്റ്റുകൾ ചോദ്യം ചോദിക്കാൻ അനുവദിക്കുകയില്ല. കാരണം ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ചോദ്യം ചോദിക്കുന്നവന്റെ തല കറുത്തു മാറ്റും, അവന്റെ ജീവനെ എടുത്തു മാറ്റും. ഗൗരി ലങ്കേഷ്, കൽബുർഗി, ഗോവിന്ദ് ബൻജാരെ, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള സ്മരണകളാണ്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ, ഇന്ത്യയുടെ യഥാർത്ഥ ദേശീയതയെ തിരിച്ചു പിടിക്കാൻ, ഇന്ത്യയെ, നെഹ്റുവിന്റെ ഇന്ത്യയെ, ഗാന്ധിജിയുടെ ഇന്ത്യയെ പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവൻ ബലികർച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിനും ഭൂജന്മിത്വത്തിനും മുതലാളിത്തത്തിനുമെതിരെ പോരാട്ടം നടത്തിയത് ഈ നാടിൻ്റെ മതേതരത്വത്തിനും ഈ നാടിൻ്റെ മതേതര സഹിഷ്ണുതയുടെ പാരമ്പര്യത്തിനും വേണ്ടിയിട്ടാണ്. ആ നാടിനെ തിരിച്ചു പിടിക്കാൻ ചോദ്യങ്ങൾ വേണം. ജനാധിപത്യത്തിൻ്റെ ശബ്ദം എത്ര ദുർബലമാണെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് യഥാർത്ഥ ജനാധിപത്യം പൊട്ടി വിടരുക എന്ന് പറഞ്ഞ ആളുടെ പേരാണ് വിവേകാനന്ദ സ്വാമി. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് പറയും, പലതിനെക്കുറിച്ച് പറയും. അപ്പോൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആ ചോദ്യം ചോദിക്കുന്ന തെരഞ്ഞെടുപ്പാണത്. ആ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ പൊന്നാനി മണ്ഡലത്തിലും ചരിത്രപ്രധാനമായ ഒരു വിധിയെഴുത്തിന്റെ ഏറ്റവും വലിയ കാവൽഭടന്മാരായിട്ട് നമ്മൾ മാറേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പൊന്നാനി മാറ്റത്തിന്റെ നാന്ദി കുറിക്കുന്ന മണ്ഡലമായിട്ട് മാറണം. കാരണം പൊന്നാനി മണ്ഡലത്തിന് വലിയ പാരമ്പര്യമുണ്ട്. മതേതരത്വത്തിന്റെ പാരമ്പര്യം, ഉന്നതമായ സംസ്കൃതിയുടെ പാരമ്പര്യം. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ പിറന്ന നാടാണിത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരിൽ ഒരാളായ സഖാവ് കെ ദാമോദരനും അപ്പുറത്ത് സഖാവ് EMS-ഉം ജനിച്ചിട്ടുള്ള ഈ മലപ്പുറം ജില്ലയിൽ മാർക്സിസത്തിന്റെ ഹരിശ്രീ കുറിച്ചിട്ടുള്ള എഴുത്തച്ഛന്റെ പേരാണ് സഖാവ് കെ ദാമോദരൻ. മലയാള ഭാഷയുടെ ഹരിശ്രീ കുറിച്ച എഴുത്തച്ഛനാണ് സാക്ഷാൽ തുഞ്ചത്തെഴുത്തച്ഛൻ. 2 എഴുത്തച്ഛന്മാരും ജനിച്ചിട്ട് ഈ മണ്ണിൽ. അങ്ങോട്ട് പോയാലോ പൊന്നാനിയുടെ വടക്കേ അറ്റത്തിൽ ഈ നിയോജക മണ്ഡലത്തിന്റെ അങ്ങേ അതിർത്തി നാലാപ്പാട്ട് നാരായണ മേനോനും വലാമണിയമ്മയും മാധവിക്കുട്ടിയും ഇടശ്ശേരിയും MT വാസുദേവൻ നായരും മലയാളികളുടെ മുഖത്ത് നോക്കി സുന്ദരന്മാരെ സുന്ദരിമാരെ എന്ന് വിളിച്ച സാക്ഷാൽ PC കുട്ടികൃഷ്ണൻ എന്ന ഉറൂബും കടവനാട് കുട്ടികൃഷ്ണനും ഇങ്ങോട്ട് വന്നാൽ അങ്ങനെ ഒരുപാട് ചരിത്ര സാംസ്കാരിക നായകന്മാർ. C രാധാകൃഷ്ണൻ സാറിന്റെ വീട് ഇവിടെ ചമ്രവട്ടത്താണ്. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന അലങ്കോട് ലീലാകൃഷ്ണനും രാമനുണ്ണിയും ഒക്കെ ഈ മലയാള സാഹിത്യത്തിന്റെ മുടിചൂടാമന്നന്മാരായി നിൽക്കുന്നത് ഈ മണ്ണിലൂടെ നടന്ന് ജീവിച്ചത് കൊണ്ടാണ്. മതേതരത്വത്തിന്റെ പാരമ്പര്യം, സാക്ഷാൽ വെളിയങ്കോട് ഉമ്മർ ഖാസിയുടെ നാട്, സൈനുദ്ദീൻ മഖ്ദൂം നടന്നു നീങ്ങിയിട്ടുള്ള നാട്, അങ്ങനെ ഒരുപാട് നാട്. ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിയിട്ട് നെഞ്ചിലേക്ക് വെടിയുണ്ട ഏറ്റുവാങ്ങിയ ഒരൊറ്റ ചക്രവർത്തിയെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പേരാണ് ടിപ്പു സുൽത്താൻ. അതുകൊണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പാടില്ല. മൗലാന ആസാദിനെ കുറിച്ച് പഠിക്കണ്ട, മുഗളന്മാരെ കുറിച്ച് പഠിക്കണ്ട, ഗാന്ധിയെ കുറിച്ച് പഠിക്കണ്ട, ഈ നഥുറാം ഗോഡ്സെയാണ് വെടിവെച്ചത് എന്ന് പഠിക്കണ്ട. ഒരു ചരിത്രവും നിങ്ങൾ പഠിക്കരുത്. ഗാന്ധിജിയുടെ ചിത്രം തൂങ്ങുന്ന പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ആ ചുമരിൽ നിന്ന് 100 മീറ്റർ അകലെ സവർക്കറുടെ ചിത്രം തൂക്കിയിട്ടപ്പോഴും ഇന്ത്യൻ ജനത പ്രതികരിച്ചില്ല. ചരിത്രത്തിനെ വിസ്മരിക്കുമ്പോൾ, ഇന്ത്യയുടെ ഏറ്റവും പൗരാണിക സന്ദേശങ്ങൾ മുഴുവൻ ദുർവ്യാഖ്യാനിക്കപ്പെടുമ്പോൾ പൊന്നാനിയുടെ ചരിത്രം തിളച്ച് ചൈതന്യവത്തായിട്ട് ഉയർന്നു വരണം. മഹാനായ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരും സാംസ്കാരിക നായകന്മാരും ഭാഷാപിതാവടക്കം ജനിച്ചിട്ടുള്ള ഈ മണ്ണിൽ ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സഖാവ് ഹംസയുടെ വിജയം സുനിശ്ചിതമാക്കുന്ന വലിയൊരു പൈതൃകമാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ സകലമാന ജനങ്ങളും കച്ചകെട്ടി ഇറങ്ങണം. ഈ ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ. ഫാസിസം പരാജയപ്പെടുത്തി കണ്ടതാണ് നമ്മൾ. ഇപ്പൊ മണിപ്പൂരിൽ നിശബ്ദ
നിശബ്ദതയാണ്. ഗുജറാത്തിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. കൂട്ടക്കൊലകൾ നടക്കുന്നു, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നു. കർഷക സമരം 2 കൊല്ലം മുമ്പ് നടന്നപ്പോൾ ഈ ജീപ്പ് കയറ്റി കേന്ദ്രമന്ത്രിയുടെ മകൻ 9 ആളെ കൊന്ന കഥ ഇന്ത്യൻ ജനത വിസ്മരിച്ചു. 700 കർഷകർ ഈ മഴ കൊണ്ടും മഞ്ഞ് കൊണ്ടും വെയിൽ കൊണ്ടും കർഷക സമരത്തിൽ മരിച്ചുപോയി. ഇപ്പോഴും കർഷക സമരം തുടരുന്നു. ഇപ്പോഴും 3-4 പേര് മരിച്ചു. മൗനമാണ് ഇന്ത്യൻ ഭരണാധികാരിക്ക്. പക്ഷെ മൻ കി ബാത്ത് പറയാൻ മൗനമില്ല. ജനങ്ങളുടെ പ്രശ്നം വരുമ്പോൾ മൗനം. ഇതാണ് ഹിറ്റ്ലറുടെ പ്രക്രിയ. 1929 നവംബർ മാസം 24-ാം തീയതി ബെർലിൻ പട്ടണത്തിൽ വെച്ച് ഹിറ്റ്ലർ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ പറയുന്നു ഞാൻ ഇന്നത് തരാം, ഞാൻ പറയുന്നു ഞാൻ ഇന്നത് തരാം. അങ്ങനെ 14 കാര്യങ്ങളെ കുറിച്ച് ഹിറ്റ്ലർ പറഞ്ഞു. അതാണ് 2 മാസം മുമ്പ് തൃശ്ശൂരിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, മോഡിക്ക് ഗ്യാരണ്ടി, മോഡിക്ക് ഗ്യാരണ്ടി. 18 കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒരു റിപ്പിറ്റേഷനാണ്. ആ റിപ്പിറ്റേഷൻ വരുമ്പോൾ ഇവർക്ക് യഥാർത്ഥ ലക്ഷ്യം, ഇവരുടെ യഥാർത്ഥ ഈ ആസൂത്രിതമായ നീക്കം ഇന്ത്യയുടെ മതസഹിഷ്ണുതയെ തകർത്ത്, മതേതരത്വ ചിന്തകളെ തകർത്ത്, ജനങ്ങളെ ഈ അപരന്മാരുടെ സമൂഹത്തിൻ്റെ ഇരകളാക്കി മാറ്റിയിട്ട് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏകശിലാരൂപത്തിലുള്ളൊരു ഇന്ത്യ വരുമ്പോൾ ഭരണഘടനയെ മാറ്റാം, സെക്യുലറിസം എന്നുള്ള വാക്ക് മാറ്റാം, മതേതര ചിന്തകളെ അടർത്തി മാറ്റാം. അത് എതിർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ പോരാളികളായിട്ട് മാറുക. ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ഈറ്റുനോവ് പേറി പരിവർത്തന ദാഹത്തിൻ്റെ തിരകൾ മനസ്സിൽ നിരമ്പി പ്രതിസന്ധികളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും വിമുക്തമായൊരു ഭാരതത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ പോരാട്ടത്തിൻ്റെ പടച്ചട്ടയണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വിവേകാനന്ദൻ്റെ മുദ്രാവാക്യം ഓർക്കുക: ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. ഉണരുക, ജാഗ്രത പുലർത്തുക, ലക്ഷ്യം നേടുന്നത് വരെ പോരാട്ടം നടത്തുക. ആ പോരാട്ടം നടത്തേണ്ട ആളുടെ പേരാണ് സഖാവ്, അല്ലെങ്കിൽ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ. ഈ ഇരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരും ആ പോരാട്ടത്തിൻ്റെ മുന്നണി പടയാളികളായി രംഗത്തിറങ്ങിക്കൊണ്ട് ഈ വിനയാന്വിതനായിട്ടുള്ള മര്യാദയുടെയും നല്ലൊരു സംസ്കാരത്തിൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന, വ്യക്തിപരമായിട്ട് നല്ല ഒരു വിനയാന്വിതമായ സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടുള്ള, സർവോപരി മതേതര മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ശ്രീ ഹംസയ്ക്ക് ചുറ്റിക്കാരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് ആ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. എന്നാണോ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്, ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സായം സന്ധ്യയിൽ അറബിക്കടലിൽ ഈ സൂര്യൻ ചക്രവാള സീമയെ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ട് കടലിനെ ഉമ്മ വയ്ക്കുന്ന സമയത്ത് തിരൂർ പട്ടണത്തിന്റെ തെരുവീതികളിൽ ആ ചെഞ്ചൂര്യൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചെങ്കൊടി വാനിൽ ഉയരണം. ആ ഉയർച്ച സഖാവിന്റെ വിജയമായിരിക്കണം. ആ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുക സഖാക്കളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ലാൽ സലാം.